നമസ്കാരം, ഞാൻ അനുശ്രീ AS. ട്രിവാൻഡ്രം ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ നിയന്ത്രിക്കുന്നത് ഗുണ്ടകളോ? ചിറയൻകീഴിൽ ഒട്ടനവധി ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ട്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ 2 ഉണ്ട്. ഇതിൽ മെയിൻ എൻട്രിയുടെ മുമ്പിലുള്ള സ്റ്റാൻഡിലെ മുതിർന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനോട് അപമര്യാദയായി ചില യുവ ഡ്രൈവർമാർ പെരുമാറുന്നതായി പരാതി. അതുപോലെ റെയിൽവേ കാമ്പൗണ്ടിൽ ബസ് സ്റ്റാൻഡിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളിടത്ത് നിന്നല്ലാതെ സ്റ്റേഷൻ കെട്ടിടത്ത് കാർ പോർച്ചിന് മുമ്പിൽ നിന്നാണ് പ്രൈവറ്റ് ബസ്സുകൾ കൊണ്ടിട്ട് ആളിനെ കയറ്റുന്നത് കൊണ്ട് ഓട്ടോറിക്ഷ ജീവനക്കാർക്ക് ഓട്ടം കിട്ടുന്നില്ലെന്നും പരാതിപ്പെടുന്നു ഓട്ടോ ജീവനക്കാർ. ഇന്ന് രാവിലെ 8:30 മണിക്ക് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഒരു ഡ്രൈവറും ഇവിടെ വണ്ടി ഓടുന്ന ആളെയല്ല, ഞാനും ഇവിടെ വണ്ടി ഓടുന്ന ആളാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഓടുന്ന ആളാണ്. ഞങ്ങളൊക്കെ 10-40 കൊല്ലം കൊണ്ട് വണ്ടി ഓടുന്നുണ്ട്. ആട്ടോ ഓടുന്നത് ഒരു 10-20 വർഷമായി. കുറേ കാലം ഗൾഫിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പ്രായമായി. ഇവിടെ വണ്ടി ഓടാൻ വന്നപ്പോഴത്തേക്ക് ഇന്ന് വണ്ടി ഓടാൻ കാപ്പി ഇട്ടില്ലായിരുന്നു. രാവിലെ 2 കാപ്പി ഡ്രസ്സേ ഉള്ളൂ. അത് കഴുകാനും ഉണങ്ങിയില്ലായിരുന്നു. ഇത് എവിടെ ബോധ്യപ്പെടുത്താൻ പറ്റും? ഇവിടുത്തെ ആട്ടോ ഡ്രൈവർമാർ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഇവിടെ വണ്ടി ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തർക്കമായി, അടിയിൽ ഉറക്കുകയും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഈ പോലീസിൻ്റെ ഉദ്യോഗം തന്നിട്ടില്ല? ഇല്ല. പിന്നെ ഇവിടെ ഒരു നിയമം എടുത്തിട്ടുണ്ട്. 3 ട്രേഡ് യൂണിയൻ ഇവിടെ ഉണ്ട്. EMS ഉണ്ട്, CITൻ്റെ യൂണിയനുണ്ട്, കോൺഗ്രസിൻ്റെ യൂണിയനുണ്ട്. അങ്ങനെ ഒരു സംയുക്തമായിട്ടൊരു ട്രേഡ് യൂണിയൻ തീരുമാനം ഇവിടെ എടുത്തിട്ടില്ല. ഇവിടെ പലരും അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ പയ്യന്മാരാണ്. അവർക്കിഷ്ടപ്പെട്ട ആളുകളെ കയറ്റി അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ വണ്ടി ഇവിടെ ഇടാൻ പറ്റും, അവിടെ ഇടാൻ പറ്റും. പ്രായമായ ആൾക്കാർ അത് വെറും ആദ്യമായ രീതിയിൽ അവരെല്ലാം ഗുണ്ടകളെ പോലെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. ഇന്ന് രാവിലെ അങ്ങനെ പെരുമാറിയപ്പോൾ ഞാനും അവരോട് സംസാരമുണ്ടായി. എൻ്റെ വണ്ടി ഓടാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ RTO ഓഫീസിൽ വിളിപ്പിച്ചാൽ പറഞ്ഞ് അവർ പറഞ്ഞ് ആരെ ഇവിടെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു തീരുമാനവുമില്ല. നിങ്ങൾക്ക് പോലീസിന് കേസ് കൊടുക്കാൻ പറ്റും. ഞാൻ കേസ് കൊടുക്കാനായിട്ട് നിൽക്കുന്നു. ഇവിടെ ഈ പറയുന്ന ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ രാത്രി കാലങ്ങളിൽ പല പരിപാടികളും കൂടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഇത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ ഉള്ള അതിൻ്റെ വൈഷമ്യങ്ങളൊക്കെ നമ്മളൊക്കെ പറയും എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഇവിടുത്തെ പോലീസിൻ്റെ ജോലി ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 2-3 ഡ്രൈവർമാരാണ് ഈ കാണിക്കുന്നത്. അവർ വന്നിട്ട് ഗുണ്ടാ പീസ് പോലെയാണ് നമ്മുടെ അടുത്തൊക്കെ പെരുമാറുന്നത്. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന പീസ് കണക്കാണ്. ഈ ഇടയ്ക്ക് പൈസ ഞാനായ എടുത്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ആരോടൊക്കെ നമ്മളെ പോലെ പ്രായമുള്ള ഒരാളുണ്ട്, അയാളെടുത്ത് വരാൻ അയാളെ ഇവിടെ വണ്ടി ഓടാൻ സമ്മതിക്കില്ല. ഇതിനൊക്കെ ഉള്ള സംഭാഷണങ്ങളാണ്. അതേമാതിരി നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ കുറേ കാലം ജില്ലാ ചുമതലയൊക്കെ വഹിച്ചിരുന്ന ആളുകളാണ്. EMSൻ്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. എന്നോടാണ് ഏതെങ്കിലും വൈദ്യുമൊക്കെ പറയാനുള്ളത്. ഇതിനൊരു തീരുമാനം പോലീസിൻ്റെ ഭാഗത്തുനിന്നും RTOയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇവിടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടുന്നു. 3 പേപ്പറും ക്ലിയർ ഇല്ലാതെ വണ്ടി ഓടുന്നു. വൈകുന്നേരമായി കഴിഞ്ഞാൽ മദ്യപിച്ചിലൂടെ വണ്ടി ഓടുന്നു. ഇതിനൊന്നും ചോദിക്കാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ല. അങ്ങനെ ഇവിടെ ഈ വഴക്കിങ്ങനെ മൂത്തുകൊണ്ട് വന്നപ്പോൾ ആരോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കും. പോലീസുകാരെ വന്നുകൊണ്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് പരാതി പറയാം. അപ്പോൾ ഞാനിന്ന് പരാതി എഴുതി വെച്ചിട്ട് തെറ്റില്ല, അവിടെ പോകാനായിട്ട് പറ്റും. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇത് RTOയുടെ മെയിൻ ഓഫീസർമാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ ചിറയൻകീഴ് ഇവിടെ അതുപോലെ തന്നെ ബസ്സുകാർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അവർ റെയിൽവേയുടെ ആകെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ട്രെയിൻ വരുമ്പോഴുള്ള ആളുകളുടെ ഓട്ടമാണ് കിട്ടുന്നത്. എന്നിട്ട് ബസ്സുകാരന്മാർ നേരെ കൊണ്ടുവന്ന് അതിൻ്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് വണ്ടി കിട്ടുകയും ചെയ്യും. ഒരാളിനെ നമുക്ക് കിട്ടും. ആ രീതിയിലാണ് ബസ്സിവിടെ പാർക്ക് ചെയ്യാനാണ് സ്ഥലത്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്നത്. അവരതിന് വിപരീതപരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോ ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിച്ചു പോകണം. കാരണം നമുക്കൊക്കെ പ്രായമായവരാണ്. അവരിവിടെ പലരും മിണ്ടാതിരിക്കുകയാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ ഗുണ്ടാ പീസാണ്. ഇവിടുത്തെ 3-4 ആട്ടോക്കാരാണ് ഈ കാണിക്കുന്നത്. ഇതിനെതിരെ ഒരു തീരുമാനം ഉണ്ടാവണം. അത് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഞാൻ രേഖാമൂലം പരാതി കൊടുക്കാൻ തയ്യാറാണ്. ഇന്നത്തെ ദിവസം അതായിരുന്നു. എൻ്റെ കാക്കി ഇട്ടില്ല. ഞാൻ കാക്കി ഇടാതെ ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ വേറെ പ്രായമുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ കാക്കി ഇട്ടിട്ടില്ല, ഞാൻ കഴിവിട്ടിരിക്കുകയാണ്, അത് ഉണങ്ങിയിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാൻ അത് ഇട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട്
ഇതിന് നടപടി ഉണ്ടാവണം.